ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ശീതകാല പച്ചക്കറികളുടെ വിത്തുകൾ പാകി മുളപ്പിക്കുന്നതിനായി ഉള്ള സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ പ്രോട്രേകളിൽ നിറയ്ക്കുന്നതിനുള്ള മീഡിയമാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യമായി എടുക്കുന്നത് കൊയർപ്പിത്ത് കമ്പോസ്റ്റാണ്. അതായത് കമ്പോസ്റ്റ് തന്നെ, ചകിരിച്ചോറ് സംസ്കരിച്ചുണ്ടാകുന്ന കമ്പോസ്റ്റാണത്. രണ്ടാമത്തേത് വെർമിക്കുലേറ്റ് ആണ്. വെർമിക്കുലേറ്റ് എന്ന് പറയുന്നത് ഒരു ധാതുവാണ്. ആ ധാതു നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത് പൊടിച്ച് അതിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കിയാണ് വെർമിക്കുലേറ്റ് എടുക്കുന്നത്. രണ്ടാമതായി നമ്മൾ എടുക്കുന്നത് പെർലൈറ്റ് ആണ്. പെർലൈറ്റ് എന്ന് പറയുന്നതും അഗ്നിപർവ്വതജന്യമായിട്ടുള്ള സ്ഫോടനത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഒരുതരം ഗ്ലാസ് ആണ്. അബ്സിഡിയൻ എന്നറിയപ്പെടുന്ന ഒരുതരം ഗ്ലാസ് ആണിത്. അങ്ങനെ നിറഞ്ഞ ഈ ഗ്ലാസിനെ നമ്മൾ പൊടിച്ച് അതിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കിയാണ് പെർലൈറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി കൊയർപ്പിത്ത് കമ്പോസ്റ്റ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 കിലോയാണ് എടുത്തിട്ടുള്ളത്. ആ 2 കിലോ കമ്പോസ്റ്റിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെർമിക്കുലേറ്റും പെർലൈറ്റും ചേർത്താണ് ഈ മിശ്രണം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളൊരു അളവ് അറിയുന്നതിന് വേണ്ടി ഒരു തീപ്പെട്ടിയുടെ ഒരു ചെറിയ ബോക്സിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്, ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 10 മുതൽ 20 തീപ്പെട്ടിക്കൂട് വരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു തീപ്പെട്ടി കൂടിനുള്ളിൽ ഒരു 10 ഗ്രാമോളം വരും. അങ്ങനെ 20 തീപ്പെട്ടിക്കൂട് വരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ വെർമിക്കുലേറ്റിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത്, ഈ വെർമിക്കുലേറ്റ് നമ്മൾ ഇതിനുള്ളിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് മണ്ണിനുള്ളിൽ അല്ലെങ്കിൽ ഈ ചകിരിച്ചോറ് മിശ്രിതത്തിനുള്ളിൽ വെള്ളത്തെ പിടിച്ചു നിർത്തും. അങ്ങനെ ഇത് വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിലൂടെ നമ്മൾ നടുന്ന തൈകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ വെർമിക്കുലേറ്റ് അബ്സോർബ് ചെയ്ത് വയ്ക്കുകയും എന്നിട്ട് ആവശ്യത്തിന് പുറത്തേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ഈ മീഡിയം ഡ്രൈ ആയി പോകാതെ ഇരിക്കുന്നതിന് വെർമിക്കുലേറ്റ് സഹായിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെർമിക്കുലേറ്റ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പെർലൈറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പെർലൈറ്റ് നമ്മൾ പറഞ്ഞു ഇതൊരു തരം ലാവ ഗ്ലാസ് പൊടിച്ചെടുക്കുന്ന ഒരു പൊടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാവ ഗ്ലാസ് ഒരു ഏകദേശം 800 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി അതിനുള്ളിലുള്ള ജലാംശം നീരവയായി മാറുമ്പോഴാണ് ഇത് ഈ രൂപത്തിലേക്ക് മാറുന്നത്. ഇങ്ങനെ ഒരു വെളുത്ത രൂപത്തിലേക്ക് തരികളായിട്ട് മാറുന്നത്. ഇത് ചേർത്ത് കൊടുക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിനുള്ളിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനാണ്. ഇത് മണ്ണിനുള്ളിൽ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മണ്ണിലുള്ള വായുസഞ്ചാരം, മണ്ണിലല്ലെങ്കിൽ ഈ ചകിരിച്ചോറ് മീഡിയത്തിലെ വായുസഞ്ചാരം വർദ്ധിക്കുകയും ഈ നമ്മൾ നടുന്ന തൈകളുടെ വേരോട്ടം സുഗമമാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് പെർലൈറ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് വെർമിക്കുലേറ്റും ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വിത്ത് പാകുന്നത് മുതൽ ചെടി വളർന്ന് കായ പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ അത് വിളവെടുക്കുന്നത് വരെയുള്ളൊരു വീഡിയോകളുടെ ഒരു സീരീസായി ചെയ്യുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വളർച്ചാ മാധ്യമം തയ്യാറാക്കുന്നതാണ്. അതിനുശേഷം അടുത്ത ദിവസം വിത്ത് പാകുന്നത് അല്ലെങ്കിൽ പ്ലോട്രേ നിറയ്ക്കുന്നത്, അതിൽ വിത്ത് പാകുന്നത്, പറിച്ച് നടുന്നത്, വളം ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയുള്ളൊരു സീരീസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക.